ഞങ്ങളുടെ ഊട്ടിയാത്രയിലെ കിടിലൻ ഫുഡ് സ്പോട്ടുകളാണ് ഈ വീഡിയോയിലുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തൃപ്തി മെസ് ഹൗസിലാണ്. നല്ല ചൂട് ഇഡ്ഡലിയും അതേപോലെ വടയും ഒക്കെ ആയിട്ട് കിടിലം, ഒരു രക്ഷയില്ല. ലൊക്കേഷൻ ഗൂഡല്ലൂർ സിഗ്നലിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഊട്ടി റോട്ടിൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ നിങ്ങളെ ഇവിടെയാണോ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പൈൻ ഫോറസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് 2 മുളക് ബജ്ജിയും നല്ല ചൂട് കോണും, ഒടുക്കത്തെ തണുപ്പാണ്. പിന്നെ 2 ചായയും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ചിന് സമയമായി. പിന്നെ നമ്മൾ പോയത് നേരെ ആസിഫി ബിരിയാണിയിലാണ്. ദി വേൾഡ് ബെസ്റ്റ് ബിരിയാണി എന്ന അവാർഡ് കിട്ടിയ ഊട്ടിയിലെ ആസിഫി ബിരിയാണി. പിന്നെ ഒന്നും നോക്കിയില്ല, 2 ബിരിയാണി ഓർഡർ ചെയ്തു. 300 രൂപയാണ് ഒരു ബിരിയാണിക്ക് വരുന്നത്. ഞങ്ങൾ 2 ബിരിയാണി ഓർഡർ ചെയ്തെങ്കിലും ഒരെണ്ണം മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്, നല്ല തമിഴ്നാടൻ ബിരിയാണി. 2 പീസ് ചിക്കനോട് ഒരു കോഴിമുട്ട കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒന്ന് മസ്റ്റ് ട്രൈ ആയി കഴിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി സെൻ്ററാണ് ആസിഫി ബിരിയാണി. പക്ഷേ വില അല്പം കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അടുത്തതായി ഡിന്നർ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഊട്ടി ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ചേച്ചിമാരുടെ ഈ കടയിലാട്ടോ. ഞങ്ങൾ രാത്രി കഴിച്ചത് നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ 2 പൊറോട്ട കേട്ടോ. കാരണം ഇവിടുത്തെ പൊറോട്ട നല്ല ചതുരത്തിലാണ് നമുക്ക് കിട്ടുക, കുറച്ച് വെറൈറ്റിയാണ്. പൊറോട്ടയുടെ ചേച്ചി എനിക്ക് ഗ്രേവി വന്നു കേട്ടോ, വിത്ത് ചിക്കൻ പീസ്. നമ്മുടെ എക്സ്ട്രാ ചാർജ് ഒന്നും വന്നില്ല. കാരണം ഞങ്ങൾ ആസിഫി ബിരിയാണീൻ്റെ ക്ഷീണം ഞങ്ങൾ ഇവിടെ വെച്ചങ്ങ് മാറ്റി. കാരണം ഇത് കംപ്ലീറ്റ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ആകെ 130 രൂപ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ആകിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ നേരെ പോയ നെക്സ്റ്റ് ഫുഡ് സ്പോട്ട് പറയുന്നത് നമ്മുടെ മോഡീസ് ആണ്. ചോക്ലേറ്റിൻ്റെ മായ ലോകം. മച്ചന്മാരെ, ആക്ച്വലി ഞാനൊരു വീഡിയോ കണ്ടിട്ടാട്ടോ ഞാനിവിടെ പോയത്. ഈ മോഡീസിലെ ഈ സ്ട്രോബെറി വെച്ചുള്ള ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എമ്മാര് ടേസ്റ്റാണോ ഈ ചോക്ലേറ്റ്, കിടിലൻ ടേസ്റ്റ്. അതിലെ സ്ട്രോബെറീൻ്റെ പുളിയും കൂടി ആകുമ്പോൾ ഒരു രക്ഷയില്ല. 250 രൂപയാണ് ഇവരൊന്ന് ചാർജ് ചെയ്യുന്നത്. പൈസ കുറച്ച് കൂടുതലാണെങ്കിൽ തോന്നി. ഇത് കൂടാതെ വേറെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട്, കിടിലമാണ്. പിന്നെ കിടില ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. കൂടാതെ ഈ ചേച്ചിൻ്റെ നിന്ന് കുറച്ച് കടലയും മേടിച്ചിട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയത്. ഈ കഫേയുടെ പേരാണ് ഏൽ സീക്രട്ട്. ഇത് ഏകദേശം 120ഓളം വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ഹോട്ടലാണ്, ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇത് വൈറ്റ് ബ്രൗണി വിത്ത് വാനില ഐസ്ക്രീം പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ വരുന്ന ഒരു ഡെസേർട്ടാണ്. വില അല്പം കൂടുതലാണ്, 444 കേട്ടോ ഈ ഒരു പോർഷന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ പോകുന്ന വഴിയിൽ ഒരു ബ്രെഡ് ഓംലെറ്റും കഴിച്ചിട്ട് ഞങ്ങൾ പോയ നെക്സ്റ്റ് സ്ഥലമാണ് ജോൺ പോൾ ബിരിയാണി. ഏകദേശം നമ്മുടെ ആസിഫി ആയിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ, പക്ഷേ കുറച്ചും കൂടി സ്പൈസിയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗൂഡല്ലൂർ വരുന്ന മൈസൂർ റോട്ടിൽ മറ്റേ ടാക്സി സ്റ്റാൻഡ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ ജോൺ പോൾ ബിരിയാണി വരുന്നത്. ഇവിടെ ഞാനൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാൻ പറയും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഇവിടെയും കൂടി.